ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പോർക്ക് കറിയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ആണ് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ പോർക്ക് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനേക്കായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് മതി വെളിച്ചെണ്ണ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പോർക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയായാലും കുറച്ച് നെയ്യ് അതിൽ നിന്ന് വരും. അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി, സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പം ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അത് നമ്മളിപ്പോൾ ഇവിടെ 1 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു 1/2 കിലോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ഒരു മീഡിയം സൈസ് ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വലിയ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് നെടുകെ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കില്ല, ചതച്ചിട്ട് കൊടുത്ത്. അപ്പം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് ഇത് വരണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഇത് നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പോർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് വേവിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമായിട്ടുള്ള പൊടികളെന്ന് പറയുമ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് ആ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് എല്ലാം ഒന്ന് ഉടച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പോർക്ക് ഓൾറെഡി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും പിന്നെ ഇട്ട് നന്നായിട്ട് ആദ്യം നമ്മൾ പോർക്ക് അങ്ങനെ വേവിച്ചിട്ടാണ് അരിഞ്ഞെടുത്തത് കേട്ടോ. ഒരു 2-3 വിസിലേപ്പിച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക്, അതായത് നന്നായിട്ട് നെയ്യുണ്ടായിരുന്നു. നെയ്യ് കുറച്ച് നമുക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. ഒരുപാട് നെയ്യുള്ള പോർക്കാണെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് നെയ്യുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇത് നന്നായിട്ട് അതിലേക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതായത് ആ മസാലയും ഈ പോർക്കും ഒക്കെ കൂടെ നന്നായിട്ട് അതിലേക്കൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് എല്ലാം നന്നായിട്ട് ഉണ്ടോ നോക്കുക. അപ്പോൾ കണ്ടോ, പോർക്ക് ഒരു കുറച്ച് നേരം കഴിഞ്ഞ് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറൊക്കെ തന്നെ ഒന്ന് മാറി. ഇതിങ്ങനെ വരട്ടി എടുക്കും കേട്ടോ. വരട്ടി ഡ്രൈ ആക്കി എടുക്കും. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഞാൻ ഇവിടെ നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുത്തത് കാണിക്കുന്നില്ല. ഞാൻ ഈ ഒരു പരുവത്തിനാണ് കാണിച്ചത്. നന്നായിട്ട് ഇവിടെ ഞാൻ ഡ്രൈ ആക്കി അത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ പോർക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ വളരെ ടേസ്റ്റാണ്. ചിലരൊന്നും പോർക്ക് കഴിക്കില്ല, എന്നാലും കഴിക്കാത്തവർക്കും ഇത് നമുക്ക് നല്ലതാണ്. ഓക്കെ.
അപ്പോൾ ഗൈസ് ബായ്. അപ്പം മറ്റൊരു വീഡിയോ വരുന്നവർ ഓക്കെ ബായ്.